വീണ്ടും വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും, വോട്ടെടുപ്പ് ഇന്ന് നടക്കും. നോബൽ മാരിക്കാരനിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ വിശദാംശങ്ങളാണ് നോബൽ മാരിക്കാരൻ നൽകുക. നോബൽ, ഇതിൽ പശ്ചിമ ബംഗാളിൽ 7 ഘട്ടങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അരുണാചൽ പ്രദേശിൽ ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ശ്രുതി, മധ്യപ്രദേശിലെ 6 മണ്ഡലങ്ങൾ, അരുണാചൽ പ്രദേശിലെ 2 ലോക്സഭാ മണ്ഡലങ്ങൾ, അതോടൊപ്പം തന്നെ 60 നിയമസഭാ മണ്ഡലങ്ങൾ, ഒപ്പം പശ്ചിമ ബംഗാളിലെ 3 ലോക്സഭാ മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇന്നിപ്പോൾ ആദ്യഘട്ടത്തിൽ വിധി എഴുതുന്നത്. ഈ മണ്ഡലങ്ങൾ, അതായത് പ്രധാനമായും 11 മണ്ഡലങ്ങളുണ്ട് ഈ 3 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങൾ. ഇതിൽ 11 10 BJP ആണ് കഴിഞ്ഞ തവണ വിജയിച്ചത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മണ്ഡലം മാത്രം, അതായത് മധ്യപ്രദേശിലെ ചിന്ദ്വാര മാത്രമാണ് കഴിഞ്ഞ തവണ ഈ മണ്ഡലങ്ങളിൽ BJPക്ക് നഷ്ടപ്പെട്ടത്. ചിന്ദ്വാര മുൻ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവായ കമൽനാഥിന്റെ മകൻ നകുൽനാഥിന്റെ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ചിന്ദ്വാര തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ 3 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കോൺഗ്രസിന് ഇതിൽ ഉള്ളതിൽ ഏക മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ മധ്യപ്രദേശിൽ കോൺഗ്രസ് വിജയിച്ച ഏക മണ്ഡലവും ചിന്ദ്വാരയാണ് 2019. അതുകൊണ്ട് തന്നെ BJP സംബന്ധിച്ചിടത്തോളം ഈ 11 മണ്ഡലങ്ങളിൽ 11 പിടിച്ചെടുക്കുക എന്ന് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ആ ചിന്ദ്വാര കൂടി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ 11 മണ്ഡലവും തങ്ങളുടെ ആകും എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മധ്യപ്രദേശിലെ 6 മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചിന്ദ്വാരയിൽ ഇത്തവണ വിവേക് ബണ്ടി സഹുവിനെയാണ് BJP നകുൽനാഥിന് എതിരെ രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. ശക്തമായ മത്സരമാണ് അവിടെ നടക്കുന്നത്. പല ഘട്ടങ്ങളിലും വാശിയുടെ പ്രചാരണം ഉൾപ്പെടെ അവിടെ ഉണ്ടാവുകയും ചെയ്തു. എന്താണെങ്കിലും ഈ മണ്ഡലം പിടിച്ചെടുക്കുക എന്ന് തന്നെയാണ് BJPയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊന്ന്. മധ്യപ്രദേശിലെ മൊത്തം 29 മണ്ഡലങ്ങളിൽ 6 മാത്രമാണ് ഇന്നിപ്പോൾ ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പുള്ളത്. ഈ 29 മണ്ഡലങ്ങളും കഴിഞ്ഞ തവണ 28 നേടിയ പാർട്ടിയാണ് BJP. ഈ തവണ 29 നേടുക എന്നാണ് അവർ ലക്ഷ്യം. കാരണം 400 സീറ്റിലേക്ക് NDA എത്തിക്കണമെങ്കിൽ തീർച്ചയായും മുഴുവൻ സീറ്റുകളും വിജയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമാണ്.